തടവുകാരുടെ വേതനം കൂട്ടിയത് സംബന്ധിച്ച് ചില ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിരിക്കുകയാണ്. കേരള സർക്കാർ മാത്രം തീരുമാനിച്ച് നടപ്പിലാക്കിയ ഒരു വർധനയാണോ അത്? തടവുകാരുടെ വേതനം ഉയർത്തി നിശ്ചയിച്ച സർക്കാർ ഉത്തരവിന്റെ മൂന്നാമത്തെ ഖണ്ഡികയിൽ തന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വർധന എന്ന് വ്യക്തമാക്കുന്നുണ്ട്. സുകന്യ ശാന്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ റിട്ട് പെറ്റീഷൻ നമ്പർ 1404 കേസിൽ സുപ്രീം കോടതി 3/10/2024 പുറപ്പെടുവിച്ച വിധിന്യായത്തിൽ ജയിലിൽ തൊഴിൽ ചെയ്യുന്ന കഠിന തടവിന് വിധിക്കപ്പെട്ടവരടക്കമുള്ള എല്ലാ തടവുകാർക്കും ന്യായമായ വേതനം നൽകണമെന്നത് ഭരണഘടനാപരമായ തത്വമാണെന്നും വേതന നിർണയം മാനുഷികവും യുക്തിസഹവുമായ മാനദണ്ഡങ്ങളിൽ അധിഷ്ഠിതമായിരിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് വേതന വർധനയ്ക്ക് സർക്കാർ തയ്യാറായിട്ടുള്ളത്. തടവുകാരെ വിദഗ്ധ തൊഴിലാളികൾ, അർദ്ധവിദഗ്ധ തൊഴിലാളികൾ, അവിദഗ്ധ തൊഴിലാളികൾ എന്നിങ്ങനെ 3 ഗ്രൂപ്പുകളായി തിരിച്ച് യഥാക്രമം 620 രൂപ, 560 രൂപ, 530 രൂപ എന്നിങ്ങനെയാണ് പുതിയ വേതനം നിശ്ചയിച്ചിട്ടുള്ളത്. ഈ വേതനഘടന നിശ്ചയിക്കുമ്പോൾ മറ്റു സംസ്ഥാനങ്ങളിലെ തടവുകാരുടെ വേതനവും താരതമ്യത്തിനായി ഉപയോഗിച്ചിട്ടുണ്ട്. കർണാടക യഥാക്രമം 615, 548, 524. തമിഴ്നാട് യഥാക്രമം 300, 270, 240. ഡൽഹി യഥാക്രമം 412, 339, 271. ജാർഖണ്ഡ് യഥാക്രമം 460, 312, 290 എന്നിങ്ങനെയാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ വേതനഘടന. ഈ സംസ്ഥാനങ്ങളിലൊക്കെ നിലവിലുള്ള മിനിമം കൂലിയേക്കാൾ കൂടുതലാണ് തടവുകാർക്ക് നിശ്ചയിച്ച വേതനമെന്നത് ഈ കണക്കുകളിൽ നിന്ന് വ്യക്തമാണ്. രാജ്യത്തെ തൊഴിൽ വേതനത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമെന്ന നിലയിൽ സുപ്രീം കോടതി വിധിയിലെ നിർദ്ദേശങ്ങൾ പാലിച്ച് തടവുകാരുടെ വേതനം നിശ്ചയിക്കുമ്പോൾ സ്വാഭാവികമായും ഉയർന്ന നിരക്ക് ആവശ്യമായി വരും. മാത്രമല്ല 2024 സുപ്രീം കോടതിയുടെ സെന്റർ ഫോർ റിസർച്ച് ആൻഡ് പ്ലാനിംഗ് വിഭാഗം ജയിലുകൾ സംബന്ധിച്ച് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ കർണാടക, ഹിമാചൽ, ഡൽഹി, തമിഴ്നാട്, രാജസ്ഥാൻ, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാന ജയിൽ വകുപ്പുകൾ ഉയർന്ന വേതനം നൽകുന്നതിനെപ്പറ്റി പരാമർശിച്ചിരുന്നു. മറ്റു സംസ്ഥാനങ്ങളിലെ താഴ്ന്ന നിരക്കുകൾ ഉയർന്ന നിരക്കിലേക്ക് ഏകീകരിക്കുന്നതിനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ആകെയുള്ള 10,000-ഓളം തടവുകാരിൽ കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ടവരും മറ്റുള്ളവരിൽ സ്വമേധയാ തൊഴിൽ ആവശ്യപ്പെടുന്നവരുമായ 3,800 മുതൽ 4,200 വരെ പേരാണിപ്പോൾ പ്രതിദിനം ഈ വേതന വർധനവിന്റെ പരിധിയിൽ വരുന്നുള്ളൂ എന്നതാണ് മറ്റൊരു വസ്തുത. ജയിലുകളോട് അനുബന്ധമായുള്ള പെട്രോൾ പമ്പുകൾ, ഭക്ഷണ നിർമ്മാണ യൂണിറ്റുകൾ എന്നിവയിൽ തൊഴിലെടുക്കുന്നവരുടെ വേതനം ആ യൂണിറ്റുകളിലെ ലാഭവിഹിതത്തിൽ നിന്നാണ് കണ്ടെത്തുന്നത്. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഈ പറയുന്ന വർധനവ് കൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്ന പോലെ ഒരു സാമ്പത്തിക ബാധ്യത സർക്കാരിനുമേൽ വരുന്നില്ല. ജയിൽ ചട്ടങ്ങൾ പ്രകാരം അന്തേവാസികൾക്ക് ലഭിക്കുന്ന വേതനം 3 ഭാഗമായിട്ടാണ് വിതരണം ചെയ്യുന്നത്. പകുതി വേതനം കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്കായി മാറ്റിവെക്കുമ്പോൾ ബാക്കിയുള്ള തുകയിൽ 25% വീതം ജയിലിലെ ക്യാന്റീൻ ആവശ്യങ്ങൾക്കും മോചന വിഹിതമായും നിശ്ചയിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വേതനത്തിൽ വരുത്തുന്ന വർധനവ് തടവറയിലാണെങ്കിലും അവരുടെ കുടുംബത്തോടുള്ള ഉത്തരവാദിത്തം പരിമിതമായെങ്കിലും നിറവേറ്റാനും സത്യസന്ധമായ അധ്വാനത്തിന് മൂല്യമുണ്ടെന്ന തിരിച്ചറിവ് അവരിൽ സൃഷ്ടിക്കാനും സഹായിക്കും. ഇത് ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുന്നവർക്ക് പുതിയൊരു ജീവിതം തുടങ്ങുന്നതിന് ആവശ്യമായ സാമ്പത്തിക പിൻബലം നൽകുകയും അവരെ വീണ്ടും കുറ്റകൃത്യങ്ങളിലേക്ക് നയിക്കുന്ന സാഹചര്യം ഒഴിവാക്കി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് മടങ്ങിവരാൻ പ്രാപ്തരാക്കുകയും ചെയ്യും എന്നതാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഇരകൾക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള സഞ്ചിത നിധിയിലേക്ക് തടവുകാരുടെ വേതനത്തിന്റെ ഒരു പങ്ക് ഉപയോഗപ്പെടുത്തണമെന്ന സുപ്രീം കോടതിയുടെ ഉത്തരവും നിലവിലുണ്ട്. ഈ നിർദ്ദേശം നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ 2017 മുതൽക്ക് തന്നെ സർക്കാർ കൈക്കൊണ്ടുവരുന്നുണ്ട്. തടവുകാരുടെ തുച്ഛവേതനത്തിൽ നിന്നും അതിനാവശ്യമായ തുക കുറവ് ചെയ്യുന്നത് ജയിൽ വകുപ്പ് ശുപാർശ ചെയ്യാതെ ഇരിക്കുകയായിരുന്നു. ഇപ്പോഴത്തെ വേതന വർധനവ് വരുന്നതോടെ നിശ്ചയിക്കപ്പെട്ട അനുപാതത്തിൽ ഈ വിഹിതം ഇരകളുടെ നഷ്ടപരിഹാരത്തിനുള്ള വിഹിതമായി സ്വരൂപിക്കാൻ കഴിയും. വേതനത്തിന്റെ കാൽഭാഗം ഇരകളുടെ നഷ്ടപരിഹാരത്തിനായി കോടതികളുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന സഞ്ചിത നിധിയിലേക്കുള്ള ഒരു സ്രോതസ്സാകുന്നത് ഇരകളോടുള്ള സാമൂഹ്യ ഉത്തരവാദിത്തത്തിന് കൂടി സഹായകമാകും. ആശമാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, മറ്റു പരമ്പരാഗത മേഖലയിലെ തൊഴിലാളികൾ എന്നിവരെക്കാളൊക്കെ പരിഗണന തടവുകാർക്ക് നൽകിയെന്ന വാദവും വസ്തുതയ്ക്ക് നിരക്കുന്നതല്ല. 2016 കേവലം 500 രൂപ ഓണറേറിയമായി വാങ്ങിയിരുന്ന ആശാ വർക്കേഴ്സിന്റെ ഇന്നത്തെ ഓണറേറിയം 8,000 രൂപയാണ്. ഈ വർധന പൂർണ്ണമായി നടപ്പിലാക്കിയത് ഇപ്പോഴത്തെ സർക്കാരാണ്. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം കാലോചിതമായി വർധന വരുത്തുന്നതിനും കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ സംസ്ഥാനം ശ്രമിച്ചിട്ടുണ്ട്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്കായി സർക്കാർ വിഹിതം കൂടി ചേർത്ത് ക്ഷേമനിധി ആരംഭിച്ച ഏക സംസ്ഥാനം കേരളമാണ്. മറ്റു തൊഴിൽ മേഖലകളിലും മിനിമം കൂലി ഉറപ്പാക്കാൻ സർക്കാരിന് സാധിച്ചിട്ടുമുണ്ട്. തടവുകാരുടെ മനുഷ്യാവകാശത്തെ സംബന്ധിച്ചും ശിക്ഷാരീതികളിൽ അടിസ്ഥാനമാക്കേണ്ട ആശയങ്ങളെ സംബന്ധിച്ചുമൊക്കെ പല പുരോഗമനമായ ആശയങ്ങളും നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ വർഷങ്ങളിൽ ചർച്ചയാവുകയും ചില കാര്യങ്ങളൊക്കെ നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. രാജ്യത്തെ ഏറ്റവും പുരോഗമന സമൂഹമെന്ന് വിശേഷിക്കപ്പെടുന്ന കേരളവും ആ രീതിയിൽ ഏറെ ദൂരം സഞ്ചരിച്ചിട്ടുണ്ട്. കേരളത്തിലെ ജയിലുകളിൽ കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി ഈ മാറ്റം പ്രകടമാണ്.
അതിന്റെ ഭാഗമായി ഫ്രീഡം ബ്രാൻഡ് ഭക്ഷണ പദാർത്ഥങ്ങൾ മുതൽ തുണിത്തരങ്ങൾ വരെ നിർമ്മിക്കുന്ന ഉൽപാദന കേന്ദ്രങ്ങളായി ജയിലുകൾ മാറിയിരിക്കുന്നു. കാർഷിക മേഖലയിലും വ്യാവസായിക യൂണിറ്റുകളിലും പങ്കെടുക്കുന്ന വിദഗ്ധ അവിദഗ്ധ തൊഴിലാളികളാണ് നമ്മുടെ ജയിലുകളിലെ തടവുകാർ. സ്വാഭാവികമായും അവർ ചെയ്യുന്ന തൊഴിലുകളുടെ മൂല്യത്തിനനുസരിച്ച് അവരുടെ വേതനം നൽകുക എന്നത് മാതൃകാ തൊഴിൽദാനം എന്ന നിലയിൽ സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. മലയാള സിനിമാ പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ ഹൃദയവേദന അനുഭവിപ്പിച്ച കഥാപാത്രമാണ് കിരീടത്തിലെ സേതുമാധവൻ. ഒറ്റ നിമിഷത്തിലെ പ്രവൃത്തി കൊണ്ട് കൊലപാതക കേസിൽ ജയിലിലേക്ക് എത്തിയ സേതുമാധവന്റെ കഥ താൻ കണ്ടെത്തിയത് പരിചയത്തിലുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നാണെന്ന് തിരക്കഥാകൃത്ത് ലോഹിതദാസ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ലോഹിതദാസ് തന്നെയാണ് കസ്തൂരിമാൻ സിനിമയിലൂടെ പ്രിയംവദയെയും മലയാളികൾക്ക് പരിചയപ്പെടുത്തിയത്. ഒറ്റ നിമിഷം കൊണ്ട് ജീവിതം മാറിപ്പോയ അനേകം സേതുമാധവന്മാരും പ്രിയംവദമാരുമൊക്കെ തടവുകാരായുണ്ട്. അത്തരം വ്യക്തികളുടെ ജീവിതം പിന്നെയും ഇരുട്ടിലേക്ക് വലിച്ചെറിയാതിരിക്കുക എന്നത് ഒരു പുരോഗമന സമൂഹം എന്ന നിലയിൽ നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. ഒരു ജനാധിപത്യ സർക്കാർ എന്ന നിലയിൽ നമ്മുടെ സർക്കാർ ആ ഉത്തരവാദിത്തത്തിന് നേതൃത്വം നൽകുന്നു എന്നു മാത്രം.